ഇതിലേറെ കൗതുകകരമായ ഒരു വസ്തുത, ഇവർ പരസ്പരം നിലനിൽക്കണമെന്ന് ഇവർ തമ്മിലൊരു ഹിഡൻ അജണ്ട ഉണ്ടായിരുന്നു എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. മമ്മൂട്ടി നിലനിൽക്കണം എന്ന് മോഹൻലാലിന് അതിഭയങ്കരമായ ആഗ്രഹം, മോഹൻലാൽ നിൽക്കണമെന്ന് മമ്മൂട്ടിക്ക് അതിഭയങ്കരമായ ആഗ്രഹം. അപ്പൊ അത് യഥാർത്ഥത്തിൽ ഇവർ തമ്മിലൊരു ഹിഡൻ അജണ്ട ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം മേഘം നിർമ്മിച്ചിരിക്കുന്നത് സുരേഷ് ബാലാജിയാണ്. അപ്പം സുരേഷ് ബാലാജിയുടെ സിതാര കമ്പൈൻസ് അതുവരെ നിർമ്മിച്ച ചിത്രങ്ങളെല്ലാം മോഹൻലാലായിരുന്നു നായകൻ. പിന്നീട് മിഥുനം, ഗാന്ധർവം, നിർണയം, അങ്ങനെ നിരവധി ഒട്ടേറെ ചിത്രങ്ങൾ സിതാര കമ്പൈൻസിന്റെ ബാനറിൽ സുരേഷ് ബാലാജി നിർമ്മിച്ചു. അപ്പോൾ അങ്ങനെ നിർമ്മിച്ചു വന്ന ആ നിർമ്മാണ കമ്പനിയാണ് മമ്മൂട്ടിയെ നായകനാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ. അത് ശ്രീനിവാസനാണ് തിരക്കഥ. അപ്പോൾ അത്തരമൊരു സിനിമ മമ്മൂട്ടിയെ നായകനാക്കി ചെയ്യുമ്പോൾ അത് മമ്മൂട്ടിയെ വേറൊരു തട്ടിൽ നിലനിർത്താൻ വേണ്ടി ഉള്ള ഒരു ശ്രമമായിരുന്നോ എന്ന് പോലും സംശയിക്കേണ്ടി.